ജൂലൈ 7 ഞായറാഴ്ച. മാർക്കോസ് 6 അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. പരിചയം അവഹേളനത്തിന് കാരണമാകുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കോൺടെംപ്റ്റ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ യേശു ഇതിന് വിധേയനായി എന്ന് തോന്നുന്നു. അവൻ തൻ്റെ ജന്മനാടായ നസ്രത്തിലേക്ക് മടങ്ങിയപ്പോൾ അവൻ്റെ പ്രവൃത്തികളിലും പ്രസംഗത്തിലും അവൻ്റെ ബന്ധുക്കൾ ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവർ അത്ര സന്തുഷ്ടരായില്ല. ഒരുപക്ഷെ അവർ അവനെ അവൻ്റെ പിതാവായ ജോസഫിനെ പോലെ ഒരു മരപ്പണിക്കാരനായി അറിഞ്ഞിരുന്നതിനാലും അവൻ ഒരു പ്രവാചകനോ അധ്യാപകനോ ആകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. തൽഫലമായി അവരുടെ വിശ്വാസക്കുറവ് നിമിത്തം യേശുവിന് അവിടെ പല അത്ഭുതങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. ഇക്കാലത്ത് നമ്മളിൽ ചിലർ അതേ മനോഭാവം കാണിക്കുന്നു. ഒരിക്കൽ അവർ നിങ്ങളെ അങ്ങനെയും ഇങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ എത്രയോ മെച്ചമാകാവുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമാണ്. നിങ്ങൾ എത്ര നന്നാവാൻ ശ്രമിച്ചാലും അവർ നിങ്ങളെ താഴെയിറക്കാൻ പോലും ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കൾ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് യോജിക്കില്ല. മനുഷ്യൻ്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത ഇത്തരം ആളുകളോട് സഹതാപമാണ് തോന്നുക. കാരണം അവർ നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് കാണാതെ പോകുന്നു. എന്നാൽ ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ നിർത്തരുത്. നന്മ ചെയ്യുന്നതിന് നമുക്ക് ബഹുമാനം ലഭിച്ചേക്കില്ല. പക്ഷേ നമ്മുടെ ഉദ്ദേശ്യങ്ങൾ ദൈവത്തിനറിയാം. ഒന്നാമതായി, നാം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നത് അഭിനന്ദിക്കപ്പെടാനല്ല, കർത്താവിനുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ആളുകൾ നമ്മെ വിലമതിക്കാൻ ശ്രമിക്കേണ്ട, മറിച്ച് നമ്മുടെ ഏക ന്യായാധിപനായ ദൈവത്തെ നമ്മെ വിലമതിച്ചാൽ മതി. മദർ തെരേസയുടെ വാക്കുകളിൽ, ആളുകൾ പലപ്പോഴും യുക്തിരഹിതരും സ്വയം കേന്ദ്രീകൃതരുമാണ്. എന്തായാലും അവരോട് ക്ഷമിക്കണം. നിങ്ങൾ ദയുള്ളവരാണെങ്കിൽ ആളുകൾ നിങ്ങളെ സ്വാർത്ഥവും ഗൂഢവുമായ ഉദ്ദേശങ്ങൾ ആരോപിച്ചേക്കാം. എന്നാലും ദയ കാണിക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചില വ്യാജ സുഹൃത്തുക്കളും അല്ലെങ്കിൽ യഥാർത്ഥ ശത്രുക്കളും നിങ്ങളെ നേരിടും. എന്തായാലും വിജയിക്കുക. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ആളുകൾ നിങ്ങളെ ചതിച്ചേക്കാം. എന്നാലും എപ്പോഴും സത്യസന്ധത പാലിക്കുക. വർഷങ്ങളോളം നിങ്ങൾ പണിയുന്നത് ആരെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചേക്കാം. എന്നാലും പണിയുക. നിങ്ങൾ ശാന്തതയും സന്തോഷവും കണ്ടെത്തുകയാണെങ്കിൽ മറ്റുള്ളവർ അസൂയപ്പെട്ടേക്കാം. എന്നാലും സന്തോഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നന്മ ആളുകൾ പലപ്പോഴും നാളെ മറക്കും. എന്നാലും നന്മ ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും മികച്ചത് ലോകത്തിന് നൽകുക. അതൊരിക്കലും മതിയാകില്ല. എന്തായാലും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മികച്ചത് ലോകത്തിന് നൽകാൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, അവസാന വിശകലനത്തിൽ അത് നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള ഒരു ഇടപാടാണ്. ആർക്കും അതിനിടയിൽ കടന്നു വരാൻ അവസരം കൊടുക്കാതിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Kerala.